ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മോമ കൂൾ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടമ്മി മസാജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കൊടുക്കുക വഴി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലംസ്, അതുപോലെ കോളിക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ ഇതെല്ലാം മാറ്റാൻ സാധിക്കും. ഇനി ഈ കോളിക് മസാജ് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ പൊക്കിൾ കൊടി അടർന്നു പോയി കഴിഞ്ഞാൽ ആ ടൈം മുതൽ കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് കൂടാതെ തന്നെ കോളിക് പെയിനും കോൺസ്റ്റിപ്പേഷനും വേണ്ടിയിട്ട് ഞാൻ ഒരു ടമ്മി ടൈം കൊടുക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ എക്സസൈസ്, ബേബിക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസ് ഒക്കെ അടങ്ങിയൊരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക്സ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി ചെയ്യിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ നല്ലതായിരിക്കും. ഇനി മസാജ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ എപ്പോൾ മസാജ് ചെയ്യിക്കുമ്പോഴും അവർ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് വേണം മസാജ് ചെയ്യിക്കാൻ. കുട്ടികൾ കരയുന്ന സമയം ഒരിക്കലും മസാജ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കരുത്. പിന്നെ കുട്ടികളെ നല്ല ഒരു വാമായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റിലോ, ഇപ്പം ഞാനിവിടെ മോനെ കിടത്തിയിരിക്കുന്നതാണ്, ക്വിക്ക് ഡ്രൈ ഷീറ്റാണ്, അതുപോലെ എന്തിലെങ്കിലും കിടത്തിയിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുത്തി വേണം കുട്ടികളെ മസാജ് ചെയ്യിക്കാൻ. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ മസാജ് ചെയ്യിക്കുമ്പോൾ ഒരുപാട് ഞെക്കി, അതായത് ഹാർഡായിട്ട് മസാജ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ട് വേണം അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത് ദിവസത്തിൽ 2 തവണ എന്തെങ്കിലും ചെയ്യിച്ചാൽ മതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 1 തവണ ചെയ്യിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് നേരം ചെയ്യിക്കണമെന്നില്ല. പിന്നെ ഈ മസാജ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കുന്ന ഓയിൽ തന്നെയാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെന്ത വെളിച്ചെണ്ണയോ, അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കാൻ നമ്മൾ വേറെ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഈ മസാജിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ പാഡിൽ വീൽ മസാജാണ്. അതിനായിട്ട് നമ്മൾ കുട്ടികളുടെ റിബ് കേജ് മുതൽ നമ്മൾ നന്നായിട്ട് താഴത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് പോകുകയാണ് വേണ്ടത്. താഴത്തേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബെല്ലി ബട്ടൻ്റെ താഴെ വരെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ സാവധാനത്തിൽ പതുക്കെ ഉള്ള മൂവ്മെൻറ്റ്സിൽ വേണം ചെയ്യാനായിട്ട്. ഒട്ടും ധൃതിയിലും ഒരുപാട് അമർത്തിയും ചെയ്യത്തിൽ അവർക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ, അതായത് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഓയിലിൻ്റെ കുറവ് അനുഭവപ്പെടുകയാണ്, നമ്മുടെ കൈ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഓയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു പാഡിൽ വീല് നമുക്ക് ന്യൂ ബോൺസ് മുതൽ 3 മാസം വരെയുള്ള കുട്ടികൾക്ക് ഒരു 2 മിനിറ്റും അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് 3 മിനിറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യിക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ബെൻഡിങ് എക്സസൈസ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഈ ബെൻഡിങ് എക്സസൈസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബെൻഡിങ്ങും അതുപോലെ സൈക്ലിംഗ് എക്സസൈസും കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ ഗ്യാസ്, കോളിക് പ്രോബ്ലംസിനും വളരെയധികം എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഡിൽ വീൽ എക്സസൈസ് ചെയ്ത ഉടനെ തന്നെ ഒരു 2-3 സെക്കൻഡ്സ് റിലാക്സ് ചെയ്യിച്ചിട്ട് പിന്നെ ഈ ബെൻഡിങ് എക്സസൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് നമുക്കൊരു 10 ടൈംസ് കുട്ടികളെ ചെയ്യിക്കാം. അത് നന്നായിട്ട് കുട്ടികളുടെ ഗ്യാസ് റിലീസ് ആവുന്നതിനും അതുപോലെ കുട്ടികൾക്ക് ആ ഒരു മോഷൻ പാസ് ചെയ്യാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നതിനും വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് ചെയ്യാൻ പോകുന്നത് ഐ ലവ് യു മസാജാണ്. ഇതിനായിട്ട് നമ്മുടെ കുട്ടിയുടെ ലെഫ്റ്റ് സൈഡ് മുതൽ, അതായത് ആ റിബ് കേജിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഐ എന്നുള്ള ലെറ്റർ ആദ്യം നമ്മൾ വരച്ചു കൊടുക്കണം. ഈ ഐ എന്നുള്ള ലെറ്റർ വരച്ചതിന് ശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് എൽ എന്നുള്ള ലെറ്റർ വരയ്ക്കാം. അതിനുശേഷം വയറിൻ്റെ താഴെ നിന്ന് യു എന്നുള്ള ലെറ്റർ വരയ്ക്കാം. അതാണ് ഐ ലവ് യു മസാജ്. ഈ ഐ ലവ് യു മസാജ് വളരെയധികം എഫക്റ്റീവാണ്. ഇത് നിങ്ങളൊരു 5 ടൈംസ് കുട്ടികൾക്ക് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ 2 എക്സസൈസിനേക്കാൾ ഒരുപാട് എഫക്റ്റീവാണ് ഈ ഐ ലവ് യു മസാജ്. അപ്പോൾ ഇത് 3 ചെയ്യിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ കോളിക് പെയിൻ ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കും. ഇനി ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യിക്കാം. കുട്ടികളെ 2 നേരം അറ്റ്ലീസ്റ്റ് ചെയ്യിക്കാം. ഇനി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ 1 നേരം ചെയ്യിക്കാം. ഇനി കുട്ടികളെ നന്നായിട്ട് മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു ഉറക്കക്കുറവിനും അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെയധികം സഹായിക്കും.
മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫുൾ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും. അപ്പോൾ ഇത് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കുട്ടികളുടെ ഫുൾ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ട് വേണം മസാജിങ് തുടങ്ങാനായിട്ട്. ഇനി രണ്ടാമതായിട്ട്, കുട്ടികൾക്ക് മസാജ് ചെയ്യുന്ന ഓയിൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന വെന്ത വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടിയുടെ ശരീരത്തിൽ നമ്മൾ ഏത് ഓയിലാണോ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആ സെയിം ഓയിൽ തന്നെ മസാജിങ്ങിന് യൂസ് ചെയ്താൽ മതി. അപ്പം നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഈ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് അവർക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.